നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ കൃഷി പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായുള്ള ഉർവര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉർവര റാവെ പരിപാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ സീഡ് ബോൾസ് അഥവാ വിത്ത് പന്തുകൾ എന്ന ആശയത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ജാപ്പനീസ് കൃഷിശാസ്ത്രജ്ഞനായിരുന്ന മസനോബു ഫുക്കുവോക്കയാണ് വിത്ത് പന്തുകൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയത്. വിത്ത് പന്തുകളുടെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തെന്നാൽ പക്ഷികളിൽ നിന്നും മറ്റു ജന്തുക്കളിൽ നിന്നും വിത്തുകളെ സംരക്ഷിക്കുന്നതിനും ഫലഭൂയിഷ്ടമല്ലാത്ത നിലങ്ങളിൽ കാര്യക്ഷമമായ ഉൽപാദനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ്. അപൂർവമായതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ വനസസ്യങ്ങളെ സംരക്ഷിക്കാനായും ഈ വിദ്യ ഉപയോഗപ്പെടുത്തുന്നു. ഉണ്ടാക്കുന്ന രീതിയാണ് ഞങ്ങളിവിടെ അടുത്തതായി പരിചയപ്പെടുത്തുന്നത്. ഒരു വിത്ത് പന്ത് നിർമ്മിക്കുന്നതിന് സാധാരണയായി കളിമണ്ണും കമ്പോസ്റ്റും 4:1 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുന്നു. വെള്ളം ചേർത്ത് കുഴച്ച് ഇതിനെ 8 സെന്റിമീറ്റർ വരെ വ്യാസമുള്ള പന്തുകളാക്കി രൂപപ്പെടുത്തും. ഇതിൽ ചെറിയ ദ്വാരങ്ങൾ മെനഞ്ഞ് അതിൽ 1 മുതൽ 4 വരെ വിത്തുകൾ വയ്ക്കുന്നു. സാധാരണയായി പച്ചക്കറി വിത്തുകളെ വിത്തുപന്തുകളിൽ ഉപയോഗിക്കാറില്ല. വൃക്ഷ ഇനങ്ങളുടെ വിത്തുകളാണ് വിത്തുപന്തുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതിനു മുൻപ് 24 മുതൽ 48 മണിക്കൂർ വരെ ഉണക്കാനായി വയ്ക്കും. ശരിയായ പരുവം തിരിച്ചറിയുന്നതിനായി 1.5 മീറ്റർ ഉയരത്തിൽ നിന്നും ഇത് താഴേക്ക് ഇട്ടാലും അത് പൊട്ടിപ്പോവുകയില്ല. ഉദ്ദേശിക്കുന്ന നിലങ്ങളിലേക്ക് വിത്ത് പന്തുകളെ എറിഞ്ഞിടുകയാണ് പതിവ്.